ഹലോ എവരിബഡി, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബ്രിക്സ് ആണ്. ബ്രിക്സ് ആണ്. അത് നമ്മൾ ബ്രിക്സ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മെറ്റീരിയൽ ആണ്. ഓൾഡസ്റ്റ് മെറ്റീരിയൽ ആണ്. അതൊരു ലീഡിങ് മെറ്റീരിയൽ ആണ്. ലീഡിങ് മെറ്റീരിയൽ ആവാൻ കാരണം എന്താണ്? അതിൻ്റെ സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി, ലോ കോസ്റ്റ് ആൻഡ് അവൈലബിലിറ്റി. ഇത് കാരണം കൊണ്ടാണ് ബ്രിക്ക് ലീഡിങ് മെറ്റീരിയൽ ആയിട്ടുള്ളത്. ഇനി ബ്രിക്കിൻ്റെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ബ്രിക്ക് നമുക്ക് പണ്ടൊക്കെ സ്റ്റാൻഡേർഡ് സൈസ്, ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസും അതുപോലെ മോഡുലാർ സൈസും 19x9 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതുപോലെ നോമിനൽ സൈസ് പറയുകയാണെങ്കിൽ നോമിനൽ സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 1 സെൻറ്റിമീറ്റർ മോട്ടാർ തിക്നെസ് കൊണ്ട് കൂട്ടിയിട്ടുള്ളത്, അതായത് 20x10 സെൻറ്റിമീറ്റർ ആണ് നോമിനൽ സൈസ് വരുന്നത്. ഇനി ഇതിലെ ട്രഡീഷണൽ ബ്രിക്ക് ഉണ്ട്, നമ്മുടെ മോഡുലാർ ബ്രിക്കിൻ്റെ സൈസാണ് വരുന്നത്. ഈ നോർമൽ ബ്രിക്ക്, ഈ ട്രഡീഷണൽ ബ്രിക്ക് ഉണ്ട്. ട്രഡീഷണൽ ബ്രിക്കിൻ്റെ സൈസ് പറയുന്നത് 23/11/7.6 സെൻറ്റിമീറ്റേഴ്സ്. ഈ 23 നമ്മൾ 22.9/11.4/7.6 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ പറയും. ഇതിൻ്റെ റൗണ്ട് ചെയ്തിട്ടുള്ള വാല്യൂസാണ് ഈ വരുന്നത്. നമ്മൾ ഈ വാല്യൂ ആണ് എപ്പോഴും പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ബ്രിക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 1.822 ആണ് വരിക. വെയിറ്റ് വരുന്നത് 3 to 3.5 kg ആണ് വെയിറ്റ് വരുന്നത്. പിന്നെ യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ഡെൻസിറ്റി. യൂണിറ്റ് വെയിറ്റ് ഓർ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് പറയും. ഇനി ഒരു സാധനം പഠിക്കാനുള്ളത് കോഡ്. ബ്രിക്കിൻ്റെ കോഡ് വരുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് IS 1077 ആണ്. ഇത്രയുമാണ് ബിൽഡിംഗ് ബ്രിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ള കേസുകൾ. ഓക്കെ.